നമസ്കാരം, ചിത്രോദയം സ്നാപ് ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറം പോത്തുകലിൽ നിന്ന് ചാലിയാർ പുഴ കടന്ന് വയനാട്ടിലേക്ക് പോയ 3 യുവാക്കൾ വനത്തിൽ കുടുങ്ങിയതോടെ രക്ഷകരായി ദൗത്യസംഘം. പോത്തുകല്ല് മുണ്ടേരി സ്വദേശികളായ സാലി, റിയാസ്, മുഹ്സിൻ എന്നിവരാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപം പാറയിൽ കുടുങ്ങിപ്പോയത്. ഇവർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനത്തിന് സഹായിക്കാനാണ് ഇവിടേക്ക് വന്നതെന്നാണ് വിവരം. സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇവരെ രക്ഷിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരുന്നു. ഇന്നലെയാണ് ഇവർ സൂചിപ്പാറ മേഖലയിലേക്ക് പോയത്. 3 പേരും മലപ്പുറം സ്വദേശികളാണ്. ഇവിടെ അപകട ഭീഷണിയുള്ള സ്ഥലമാണ്. കൂടാതെ ചെങ്കുത്തായ പാറകൾക്ക് ഇടയിലായിരുന്നു യുവാക്കൾ നിന്നിരുന്നത്. പ്രദേശത്ത് മൂടൽ മഞ്ഞുകൂടി വ്യാപിച്ചതോടെ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ഇവരിൽ ഒരാൾക്ക് പരിക്കുണ്ട്. തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകി. കുടുങ്ങിയവർക്ക് സമീപം കോസ്റ്റ് ഗാർഡ് എത്തിയിരുന്നു. ഇവർ കുടുങ്ങിയത് ശക്തമായ കുത്തൊഴുക്കുള്ള സ്ഥലത്താണ്. കാലാവസ്ഥയും മോശമായത് രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. ഏറെ നേരത്തെ അനിശ്ചിതത്വത്തിനും പ്രയത്നത്തിനും ഒടുവിലാണ് ഇവരെ കരക്കെത്തിക്കാൻ കഴിഞ്ഞത്. സൂചിപ്പാറ ബേസ് ക്യാമ്പിലെത്താൻ 2 മണിക്കൂർ നടക്കണം. കാലാവസ്ഥ അനുകൂലമെങ്കിൽ എയർലിഫ്റ്റ് നടത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പോലീസ് അനുമതി വാങ്ങാതെയാണ് മൂവരും രക്ഷാപ്രവർത്തനത്തിനായി സൂചിപ്പാറയിലേക്ക് പോയതെന്നാണ് വിവരം. വനത്തിനുള്ളിൽ കൂടുതൽ മൃതദേഹങ്ങളുണ്ടെന്ന് ഇന്നലെ രാവിലെ റയീസും സാലിയും വിവിധ ചാനലുകളോട് പ്രതികരിച്ചിരുന്നു. 3 മണിക്കൂറോളം നീണ്ട രക്ഷാപ്രവർത്തനമാണ് നടന്നത്. 3 പേരിൽ ഒരാൾ നീന്തി ഇക്കരെ എത്തുകയായിരുന്നു. ബാക്കി 2 പേരെ സുരക്ഷിതമായി തന്നെ എയർലിഫ്റ്റ് ചെയ്ത് മറുകരയിൽ എത്തിച്ചിരുന്നു. ഇവർക്ക് ആദ്യം വൈദ്യസഹായം നൽകി. അതിൽ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്ന് കണ്ടെത്തിയിരുന്നു. ആദ്യഘട്ടം മുതൽ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തുണ്ടായിരുന്നവരാണ് ഇവരെന്നാണ് സൂചന. അതേസമയം വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മാർഗനിർദ്ദേശം പുറത്തിറക്കി സർക്കാർ. 2005 ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 2272 പ്രകാരം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചാണ് സർക്കാർ ഉത്തരവ് ഇറക്കിയത്. 100ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി സർക്കാർ ഉത്തരവിറക്കിയത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി ഇൻക്വസ്റ്റ്, പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവും. മൃതദേഹങ്ങൾക്ക് പ്രത്യേകം തിരിച്ചറിയൽ നമ്പർ നൽകും. മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്തു സൂക്ഷിക്കും. DNA സാമ്പിൾ, പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ സൂക്ഷിക്കും. പോലീസ് ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിക്കണം. അടക്കം ചെയ്യുന്ന രീതിയിൽ മാത്രമേ മൃതദേഹങ്ങൾ സംസ്കരിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടക്കം ചെയ്യുന്ന സ്ഥലം മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ ജില്ലാ ഭരണകൂടം അറിയിക്കണം. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാൽ 72 മണിക്കൂറിനകം സംസ്കരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്കരിക്കുന്ന സമയത്ത് പ്രദേശത്തെ പഞ്ചായത്ത്, നഗരസഭാ ഉദ്യോഗസ്ഥർ സന്നിഹിതരായിരിക്കണം. തിരിച്ചറിഞ്ഞ അവകാശികളില്ലാത്ത മൃതദേഹങ്ങൾ, അവകാശ തർക്കങ്ങളുള്ള മൃതദേഹങ്ങൾ, ശരീരഭാഗങ്ങൾ എന്നിവ സംസ്കരിക്കുന്നതിനും ഇതേ മാർഗനിർദ്ദേശങ്ങൾ ബാധകമാണ്. കൽപ്പറ്റ നഗരസഭ വൈത്തിരി, മുട്ടിൽ, കണിയാമ്പറ്റ, പടിഞ്ഞാറേത്തറ, തൊണ്ടർനാട്, എടവക, മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്തുകളിലെ പൊതുശ്മശാനങ്ങളിലുമാണ് സംസ്കാരത്തിനുള്ള സൗകര്യം ഒരുക്കിയത്. മൃതദേഹങ്ങൾ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കൈമാറി നടപടികൾ പൂർത്തിയാക്കും. മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ്, കൈമാറ്റം, സംസ്കാരം എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ വകുപ്പ് IG ശ്രീധന്യ സുരേഷിനെ നോഡൽ ഓഫീസറായി സർക്കാർ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്.